എസ് സജീവ് കുമാർ എഴുതിയ മനഃശാസ്ത്ര കഥ അങ്ങാടിക്കുരുവികളുടെ സമരം. എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ സലീം അങ്ങാടിക്കുരുവി സംരക്ഷണ ദൗത്യം ഏറ്റെടുത്തപ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാനായില്ല. നിനക്കെന്താടാ, കിറുക്കാണോ പക്ഷികളുടെ കാര്യം പറഞ്ഞിങ്ങനെ നടക്കാൻ? സലീമിന്റെ അടുത്ത കൂട്ടുകാർ അവനോട് ചോദിച്ചു. വന്യമായ സ്വന്തം ആർത്തികൾ നടപ്പാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവർ തിങ്ങി നിറഞ്ഞ ലോകത്ത് അങ്ങാടിക്കുരുവികൾക്കായി നിലകൊള്ളുന്നത് മണ്ടത്തരമാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ അവർ കാര്യമായി ശ്രമിച്ചു. നീ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണെന്ന കാര്യം മറക്കണ്ട, അവർ ഓർമ്മപ്പെടുത്തി. ഏതോ ന്യൂജൻ റൊമാൻറ്റിക് ഹീറോ വെള്ളിത്തിരയിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നേ തോന്നൂ സലീം നടന്നു വരുന്നത് കണ്ടാൽ. പക്ഷേ പക്ഷികളോടുള്ള സലീമിന്റെ സ്നേഹം മഞ്ഞുതുള്ളി പോലെ ഗ്രാമ്യമായിരുന്നു. ഒരു പക്ഷി നിരീക്ഷകൻ കൂടിയായ അവൻ പക്ഷികൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ കുഞ്ഞാറ്റകളുടെ കാമുകനെന്ന് കൂട്ടുകാർ അവനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കൊക്കെ അവർ ഓരോന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്തു. എല്ലാ പക്ഷികളും മികച്ച എഞ്ചിനീയർമാരാണ്, സലീമിന്റെ റൂംമേറ്റ് ഇടയ്ക്ക് പറയും. കാറ്റും മഴയും ശത്രുക്കളും പ്രശ്നമാകാത്ത ഇടം തേടി പിടിച്ചല്ലേ കൺസ്ട്രക്ഷൻ. തുണിത്തുണ്ടുകൾ കൊണ്ട് അടിപൊളി കൂടുണ്ടാക്കാൻ ടൈലർ ബേർഡ്സ് ശരിക്കും എഞ്ചിനീയർമാരാണ്, അല്ലെങ്കിൽ സലീം പറയട്ടെ. പക്ഷേ അത്തരം പതിവ് ഡയലോഗുകളോട് സലീം പ്രതികരിക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ അയൽക്കാർ തന്നെ തുന്നാരങ്കിളികളാ. സംശയമുണ്ടെങ്കിൽ ആ സൈപ്രസ് മരത്തിലേക്ക് നോക്ക്. ചിലപ്പോഴവർ സലീമിനെ പ്രകോപിപ്പിക്കാൻ നോക്കും. പക്ഷെ തുണി കൊണ്ട് കൂടുണ്ടാക്കാൻ എഞ്ചിനീയറിംഗ് എന്തിന്? ടൈലറിംഗ് പഠിച്ചാൽ പോരെ. എങ്കിലും വളരെ അപൂർവമായി സലീം കൂട്ടുകാരോട് പക്ഷികളെക്കുറിച്ച് സംസാരിക്കും. അവൻ പറയാൻ തുടങ്ങുമ്പോൾ അവർ ശ്രദ്ധയോടെ കേട്ടിരിക്കും. നല്ല ആത്മവിശ്വാസത്തോടെയാണ് സലീം സംസാരിക്കുക. എവിടെയും കേട്ടിട്ടില്ലാത്ത ഗ്രാമ്യമായ ചില പക്ഷിക്കഥകൾ, കേട്ടിരിക്കുന്നവർക്ക് ബോറടിക്കാതെ. സലീം പറയുന്ന പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് തണുത്ത കാറ്റ് വീശുന്നത് പോലെ തോന്നും. ഹസീന ഇടയ്ക്ക് പറയും, സലീമിന്റെ കാമുകിയാണ് ഹസീന. സാധാരണക്കാരുടെ ചിന്തകളിൽ ഒരിക്കലും കടന്നു വരാത്ത പുതിയ എന്തൊക്കെയോ സലീമിന്റെ വാക്കുകളിൽ തലനീട്ടാറുണ്ടെന്ന് അവന്റെ കടുത്ത വിമർശകർ പോലും സമ്മതിച്ചിരുന്നു. സലീം തന്റെ കൂട്ടുകാരെ ശരിക്കും വിസ്മയിപ്പിക്കുക വിനോദയാത്ര പോകുമ്പോഴാണ്. അവർ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത പക്ഷികളെ സലീം അവർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷേ നീ എങ്ങനെ ഇവയെ തിരിച്ചറിയുന്നു എന്നവർ ചോദിക്കാൻ തുടങ്ങുന്നതിനിടെ പേരറിയാത്ത മരങ്ങളുടെ ചില്ലകളിൽ മറിഞ്ഞിരിക്കുന്ന അപൂർവ ഇനം പക്ഷികളെപ്പറ്റി സലീം പറയാൻ തുടങ്ങും. ഏറെ ദൂരെ ഉൾച്ചില്ലകളിൽ ഒളിച്ചിരിക്കുന്ന പക്ഷികളെ കൂടി സലീം വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതേ മാത്രയിൽ തന്നെ അവയുടെ പേരും പ്രത്യേകതകളും സലീം വിവരിക്കാൻ തുടങ്ങും, വളരെ വിദഗ്ധനായ ഏതോ പക്ഷി നിരീക്ഷകനെ പോലെ. അതേസമയം ആരെങ്കിലും പക്ഷികളെ ശല്യം ചെയ്യുന്നത് കണ്ടാൽ സലീം ശബ്ദമുയർത്തും, ഡോണ്ട് ഡു ദാറ്റ്, പക്ഷികളെ അവിടെ വഴിക്ക് വിട്ടേക്ക്. പക്ഷേ അടുത്ത നിമിഷം അവൻ തൻ്റെ വാക്കുകൾ സോഫ്റ്റാക്കും. തമാശയ്ക്ക് പോലും അങ്ങനെ ചെയ്യരുത്, ദയവായി ശല്യം ചെയ്യരുതേ എന്ന് ബോർഡ് വയ്ക്കാൻ പക്ഷികൾക്കാവില്ല. പക്ഷേ അതാണ് അവ ആഗ്രഹിക്കുക. കൂട്ടിലടച്ചിട്ട പക്ഷികളെ കണ്ടാൽ സലീമിൻ്റെ ഭാവം മാറും. അപ്പോൾ മാത്രമാണ് കോപമുള്ളവനായി സലീമിനെ കാണാനാവുക. ആയിടയ്ക്ക് പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. ജന്തു സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഒരു കോടതി വിധി, ഹൈക്കോടതിയുടെ. അതിനു പിന്നാലെ കൂട്ടിലടച്ച കിളികളെ സ്വതന്ത്രരാക്കണമെന്ന് ജന്തുക്ഷേമ ബോർഡിന്റെ നിർദ്ദേശം സംസ്ഥാനങ്ങളോട്. സലീം പെട്ടെന്ന് അതിന്റെ പ്രചാരകനായി. കുറെ ചുറ്റി നടന്നു, ചിലരെ സംഘടിപ്പിച്ചു. എന്നാൽ ലൈസൻസ് ഇല്ലാത്ത പക്ഷി വളർത്തലിനെതിരെ മാത്രം നടപടിയെടുക്കാനുള്ള കേന്ദ്ര മന്ത്രാലയത്തിന്റെ നീക്കത്തെ സലീം ശക്തമായി എതിർത്തു. യഥാർത്ഥത്തിൽ പക്ഷികളെ വളർത്താൻ ആർക്കും അവകാശമില്ല, സലീം പ്രഖ്യാപിച്ചു. പക്ഷി വളർത്തലിന് ലൈസൻസ് കൊടുക്കുന്നത് ക്രൂരതയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നത് പോലെയാണ്. കാടത്തം പേറുന്ന മനുഷ്യരുടെ മറ്റൊരു കാപട്യം. സലീമിന്റെ അത്തരം അതിരുവിട്ട വികാര പ്രകടനങ്ങൾ അവന്റെ അടുത്ത സുഹൃത്തുക്കളെ ഉത്കണ്ഠപ്പെടുത്തി. അവസരം കിട്ടുമ്പോഴൊക്കെ മാംസഭക്ഷണം കഴിക്കുന്നവരുടെ കാതുകളിലേക്കാണ് നിന്റെ വാക്കുകൾ ചെന്ന് പതിക്കുക, കൂട്ടുകാർ സലീമിനെ ഉപദേശിച്ചു. ഓരോ നിമിഷം നടക്കുന്ന പൗരാവകാശ ലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന പൊതുസമൂഹം പക്ഷി മൃഗങ്ങളോട് ദയ കാട്ടുമോ? സലീമിനെ യാഥാർത്ഥ്യത്തിലേക്ക് തട്ടി ഉണർത്താൻ അവർ ശ്രമിച്ചു. കുഞ്ഞു പക്ഷികളുടെ പോലും വാലും ചിറകും മുറിച്ചു കളഞ്ഞ് കാലുകളിൽ വളയമിട്ട് ചെറു കൂടുകളിൽ അടച്ച് അത് കണ്ട് രസിക്കുന്നവർ പക്ഷികളെ കളിപ്പാട്ടങ്ങളായാണ് കാണുക. കിളിക്കൂടുകളേക്കാൾ കുടുസായ മനസ്സുള്ള അവരെ ആർക്കും തിരുത്താനാവില്ല. ആ ഘട്ടത്തിൽ മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻ അങ്ങാടിക്കുരുവികളുടെ വംശനാശത്തിനിടയാക്കുമെന്ന വാദം സലീം ഒന്നുകൂടി പൊടിതട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഒപ്പം തന്റെ പ്രതിഷേധ പ്രവർത്തനങ്ങളെ അവൻ കഴിയുന്നത്ര ശക്തമാക്കി. നോക്ക്, പക്ഷികളുടെ കാര്യത്തിൽ നീ വല്ലാതെ ഓവർ റിയാക്ട് ചെയ്യുകയാണ്, റൂംമേറ്റ് അവനെ ഓർമ്മപ്പെടുത്തി. കുറച്ചെങ്കിലും പ്രായോഗികമായി ചിന്തിക്ക്. ടവറുകളില്ലാതെ മൊബൈൽ ഫോൺ എങ്ങനെ? ഫോൺ ഉപേക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിയോ? എന്തിന്? നിനക്ക് പോലും കഴിയില്ല. എനിക്ക് കഴിയില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? സലീം ചോദിച്ചു. പിന്നെ എല്ലാ ശക്തിയും സംഭരിച്ച് സലീം തന്റെ മൊബൈൽ ഫോൺ തൊട്ടുമുന്നിലെ കരിങ്കൽ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഹോസ്റ്റൽ പരിസരത്ത് ഉണ്ടായിരുന്നവരും അത് ശ്രദ്ധിച്ചു. പൊട്ടിച്ചിതറി നിലത്ത് കിടന്ന ഫോണിൽ നിന്ന് സലീം സിം കാർഡ് എടുക്കാൻ ശ്രമിച്ചു.
നിനക്ക് വേണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? കണ്ടു നിന്ന് ആരോ ചോദിച്ചു. പക്ഷേ അപ്പോൾ ഒരു ഫോൺ പോലും കുറയുന്നില്ലല്ലോ. സലീം പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ തന്റെ സിം കാർഡ് ചെറു തുണ്ടുകളാക്കി അടുത്ത വാഷ്റൂമിലെ ക്ലോസറ്റിൽ നിക്ഷേപിച്ചു. സലീമിന്റെ ആ പ്രവൃത്തി ക്യാമ്പസിലെ ഏറ്റവും പുതിയ തമാശയായി. സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപരിചിതർ പോലും സലീമിനോട് പലതും ചോദിച്ചു. ചിലർ ഉപദേശിച്ചു. യഥാർത്ഥ പ്രശ്നം അങ്ങാടിക്കുരുവികൾക്ക് സ്വാഭാവിക വംശനാശം സംഭവിക്കുന്നത് കൊണ്ടാണെങ്കിലോ? അതുകൊണ്ട് പക്ഷികളുടെ കാര്യം നീ ദൈവത്തിന് വിട്ടേക്ക്. ദൈവത്തിന്റെ ജോലി നീ ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. ഇവിടെ നിത്യദുഃഖത്തിൽ നീറുന്ന അടിച്ചമർത്തപ്പെട്ട അനേകം മനുഷ്യരുണ്ട്. അവരോടില്ലാത്ത കാരണം പക്ഷികളോടെന്തിന്? പലരും ചോദിച്ചു. ശരിയാണ്, സലീം പറഞ്ഞു. ഇവിടെ കടുത്ത പ്രതിസന്ധികളിൽ പെട്ടുടലുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തം അവസ്ഥ ലോകത്തോട് വിളിച്ചു പറയാൻ അനേകം മാർഗങ്ങളുണ്ട്. അവർക്ക് പ്രതിഷേധിക്കാനാവും, സംഘടിക്കാനാവും, സമരം ചെയ്യാനാവും. എന്നാൽ അങ്ങാടിക്കുരുവികൾക്കോ? അതുകൊണ്ട് പക്ഷികളുടെ സമരം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ, സലീം വിശദീകരിച്ചു. എന്തു ഭാവിച്ചാ നീ ഇങ്ങനെ? ഒരു ഫോണ് പോലുമില്ലാതെ നിനക്ക് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവും? കൂട്ടുകാർ ചോദിച്ചു. നീ എങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കും? എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടില്ലേ? ജോലി നേടിയിട്ടില്ലേ? സലീം ചോദിച്ചു. എങ്കിലേ നിന്റെ ആ പഴയ ലാപ്ടോപ്പ് കൂടി എങ്ങോട്ടെങ്കിലും വലിച്ചെറിഞ്ഞേക്ക്, കൂട്ടുകാർ രോഷത്തോടെ പറഞ്ഞു. ആർ യു മാഡ്? അതോ നീ ശരിക്കും ഒരു ഫൂളാണോ? സലീമിന്റെ കാമുകിയായ ഹസീന പൊട്ടിത്തെറിച്ചു. നോക്ക് ഹസീന, നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. സലീം സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു. എനിക്കൊന്നും കേൾക്കണ്ട. ഇത് ഭ്രാന്തല്ലാതെ പിന്നെന്താണ്? ഹസീന തുടർന്നു. നിന്റെ ഉപദേശം കേട്ട് നോൺ വെജ് ആയിരുന്ന ഞാൻ ഫുൾ വെജായി മാറിയത് ശരി തന്നെ. പക്ഷേ ഇത് അതുപോലെയാണോ? മൊബൈൽ, ലാപ്ടോപ്പ് എല്ലാം എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ട് നീ സന്യസിക്കാൻ പോവുകയാണോ? പക്ഷെ ഹസീന, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാ, സലീം വിശദീകരിക്കാൻ ശ്രമിച്ചു. ഓ, ഈ ലോകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണല്ലോ. ഹസീനയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രണയം ഇതോടെ അവസാനിക്കും. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാ, സലീം വിശദീകരിക്കാൻ നോക്കി. ഓ, ഈ ലോകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണല്ലോ. ഹസീനയ്ക്ക് ദേഷ്യം അടക്കാനായില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രണയം ഇതോടെ അവസാനിക്കും. പക്ഷേ ഇതും പ്രണയം തമ്മിൽ എന്തു ബന്ധം? സലീം ചോദിച്ചു. തീരുമാനം മാറ്റാൻ നീ തയ്യാറാണോ? ഹസീന ചോദിച്ചു. അല്ല, സലീം പറഞ്ഞു. ഒന്നുകൂടി ആലോചിക്ക്. ഇനി ആലോചിക്കുക ഒന്നുമില്ല. എങ്കിൽ ഗുഡ് ബൈ. ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത്. അപ്പോൾ ഇതുവരെ നിന്നെ ശല്യം ചെയ്യുകയായിരുന്നോ ഞാൻ? സോറി, ഇനി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഹോസ്റ്റൽ വാർഡൻ സലീമിനെ ഉപദേശിക്കാൻ ശ്രമിച്ചു. ഏറെ പ്രായം ചെന്നവർ പോലും ഇങ്ങനെ ഒരു നിലപാട് എടുക്കില്ലെന്ന് ഉറപ്പാണ്, വാർഡൻ പറഞ്ഞു. ലോക അങ്ങാടിക്കുരുവി സംരക്ഷണ ദിനം ആചരിക്കുന്നതോ? സലീം ചോദിച്ചു. അതൊക്കെ ശരി തന്നെ. പക്ഷെ ചില സമ്പന്ന രാജ്യങ്ങൾ പക്ഷി സംരക്ഷണം എന്ന ന്യായം പറഞ്ഞ് പക്ഷികളെ കൊന്നൊടുക്കുന്നുമുണ്ട്. മാത്രമല്ല, വർഷം തോറും പക്ഷിപ്പനി വന്ന് എത്രയോ പക്ഷികളെ കൊന്നൊടുക്കുന്നു. അതും പോട്ടെ, മൊബൈൽ ടവർ റേഡിയേഷൻ പക്ഷികളെ ബാധിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഇനി അത് സത്യമാണെങ്കിൽ തന്നെ നീ മാത്രം എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് കാര്യം? നീ വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ നോക്ക്. ഇത് നിന്റെ ഒരു പിടിവാശയാവരുത്, വാർഡൻ പറഞ്ഞു. പക്ഷേ തൻ്റെ നിലപാട് അംഗീകരിക്കാത്തവരോട് പോലും മനസാക്ഷി തനിക്കൊപ്പമാണെന്നും റിസ്ക് എടുക്കാനുള്ള ഭയമാണ് ആളുകളുടെ പ്രശ്നമെന്നും സലീം വിശ്വസിച്ചു. സത്യത്തിൽ സാധാരണ മട്ടിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സലീമിനെ ഉപദേശിച്ച ചിലരെങ്കിലും അവൻ്റെ നിഷ്കളങ്കമായ നിലപാടുകളെ രഹസ്യമായി ആരാധിച്ചു. എന്തുകൊണ്ടെന്നാൽ അവൻ സ്വയം മഹത്വവൽക്കരിക്കാൻ വേണ്ടി വേഷം കെട്ടുകയല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. 2. ക്രിസ്മസ് വെക്കേഷന് സലീം തൻ്റെ നാട്ടിലേക്ക് പോയി. അവിടെ 4-5 ദിവസം ചെലവിട്ട് കഴിഞ്ഞപ്പോൾ സലീം തൻ്റെ നിലപാട് മാറ്റി. ഒടുവിൽ, ഞാൻ എൻ്റെ പിടിവാശി ഉപേക്ഷിക്കുന്നു. പുതിയ മൊബൈൽ ഫോണിലൂടെ സലീം തൻ്റെ കൂട്ടുകാർക്ക് സന്ദേശം അയച്ചു. പക്ഷികളെ വേണ്ടാത്ത ലോകത്ത് അവ എന്തിനു ജീവിക്കണം? കൂട്ടുകാർക്ക് അവൻ്റെ കാമുകി ഹസീനയെക്കുറിച്ച് അറിയാനായിരുന്നു തിടുക്കം. നീ ഹസീനയെ വിളിച്ചോ? അവൾ എന്തു പറഞ്ഞു? ഹസീന വീണ്ടും നോൺ വെജ് ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. പക്ഷേ ഞാൻ അവളെ ഇനി വിളിച്ചിട്ട് വേണ്ടേ? ഇനി എന്താടാ പ്രശ്നം? നീ നിലപാട് മാറ്റിയല്ലോ. കുഞ്ഞു കിളികളെ പോലും സ്നേഹിക്കാനാവാത്ത അവൾക്ക് എങ്ങനെ നല്ല കാമുകിയാവാനാകും? അങ്ങനെ ഒരാളെ പ്രണയിച്ചിട്ട് എന്ത് കാര്യം? ബെസ്റ്റ്. സത്യത്തിൽ നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല, സലീമിൻ്റെ റൂംമേറ്റ് പറഞ്ഞു. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഹസീന ഇപ്പോഴെടുത്തത് ഒരു താൽക്കാലിക ലവ് ബ്രേക്ക് മാത്രമാണ്. അത് ഒടുക്കത്തെ ബ്രേക്കപ്പ് ആവാതെ നോക്ക്. അതുവരെ മിണ്ടാതിരുന്ന സലീമിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പെട്ടെന്ന് ഇടപെട്ടു. നിന്നെ പ്രണയിച്ചു പോയതുകൊണ്ട് ഹസീന എന്തു ഭക്ഷണം കഴിക്കണമെന്ന് നീ ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നീ എന്താ പറഞ്ഞു വരുന്നത്? സലീം ചോദിച്ചു. സ്വന്തം ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള അവളുടെ സ്വാതന്ത്ര്യത്തിന് മേലാണ് നീ കൈവച്ചത്. പ്രണയം സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സലീം ആ ചോദ്യത്തോട് പ്രതികരിച്ചില്ല.
ഇത്രയും ഇമോഷണലായ നിനക്ക് ഹസീനയുടെ പ്രണയം വേണ്ടെന്ന് വയ്ക്കാനാവോ? ആലോചിക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഒടുവിൽ 2 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം സലീം ഹസീനയുമൊത്തുള്ള പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ലവ് റീലോഡഡ് എന്ന ക്യാപ്ഷനോടെ. അങ്ങാടി കുരുവികൾക്കായുള്ള പോരാട്ടം ഇനി ഞങ്ങൾ ഒരുമിച്ച് നടത്തും.